ചരിതാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ 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 ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ.
നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂവി ഭാവുകാ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരുണുത ഭാവി ഭൂരിവീര്യ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീ ആക്രാന്തം നിജധനുഷാ സമാമകാർഷീഃ ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനൂമദൂദുഹസ്ത്വം. ഭക്തിയാൽ ജ്ഞാനത്താൽ പ്രേരിതമാകുന്ന കർമ്മത്തെ എന്നെന്നും കൈപിടിക്കാൻ മാനവരെ സദാ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമൽ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഭക്തി അജ്ഞാനത്താൽ പ്രേരിതമാകുന്ന കർമ്മത്തെ എന്നെന്നും കൈപിടിക്കാൻ മാനവരെ സദാ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമൽ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ബന്ധമോക്ഷങ്ങൾക്ക് ഹേതുവായിടും മനസ്സിനെ എന്നും നിയന്ത്രിക്കുവാൻ ഭക്തിയും നാമവും ശ്രേഷ്ഠമെന്നോതുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമൽ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സത്യസ്വരൂപനാം ഈശ്വരനിലെത്താൻ നന്മകളെ എന്നും പിന്തുടരാൻ കാപില തത്വത്താൽ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമൽ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം കുറേ നാളുകളായി അങ്ങനെ അല്പാൽപ്പം പാരായണവും കഥനവുമായിട്ട് ഭാഗവത അമൃതമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 101 ദിവസത്തോളം കഴിഞ്ഞു. ഭാഗവതം മാഹാത്മ്യത്തിന് പുറമെ ഭാഗവതം മാത്രം കൊണ്ട് നമ്മൾ അനുസ്മരിച്ച് വിസ്തരിച്ചിട്ടല്ല, ചുരുക്കി പറഞ്ഞുകൊണ്ടാണ്. ഏതായാലും ഇവിടെ വ്യാസനാരദ സംവാദം എന്ന കഥാഭാഗമാണ്. പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ തുടങ്ങി 5-ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി ആദ്യത്തേതുപോലെ അങ്ങനെ ശ്ലോകങ്ങളായിട്ട് വിസ്തരിക്കുകയല്ല, അമൃതമാണ് ഇനി ആസ്വദിക്കുന്നത്. ഇവിടെ നാരദ മഹർഷിയും വ്യാസഭഗവാനും തമ്മിൽ വേദവ്യാസ ഗുഹയിൽ വെച്ച് ശമ്യാപ്രാസത്തിൽ വെച്ചുണ്ടായ സംഭാഷണമാണ് പറഞ്ഞു തരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞത്, നാരദ മഹർഷി മുൻ ജന്മത്തിൽ ഒരു ദാസിയുടെ പുത്രനായിരുന്നു. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച ഞാൻ അമ്മയോടൊപ്പം അമ്മ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ദാസ്യവേല ചെയ്യുകയായിരുന്നു. ഇതൊക്കെയാണ് അനുസ്മരിച്ചത് നമ്മൾ. അങ്ങനെ കുറച്ചങ്ങനെ കഴിഞ്ഞു. അവിടെ അമ്മയ്ക്ക് ഉള്ള ജോലിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. കുടുംബത്തിലെ പശുക്കളെ
കറക്കാനുണ്ട്. ധാരാളം പശുക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പശുക്കളെ കറന്നെടുത്ത് പാല് പൂജയ്ക്കൊക്കെ തയ്യാറാക്കുക, പുഷ്പങ്ങളൊക്കെ തയ്യാറാക്കുക, പൂജയ്ക്കൊരുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സന്യാസ ഗൃഹമാണ്. അതായത് ഒരു ബ്രാഹ്മണൻ എന്നാണ് പറയുക. അങ്ങനെയുള്ള ഗൃഹമാണ്, വീടാണ്, ഭവനമാണ്. ആ മഠത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വലിയൊരു ചാതുർമാസ്യ വ്രതം നടക്കുകയായിരുന്നു. ചാതുർമാസ്യ വ്രതം എന്ന് പറയുന്നത് സന്യാസികളായിട്ടുള്ള ആശ്രമികൾ, സന്യാസാശ്രമത്തിൽ ജീവിക്കുന്നവർ 2 ഋതുക്കളിൽ വർഷം ശരത്ത് ഹേമന്തം, വർഷം ഗ്രീഷ്മം, നമുക്കങ്ങനെ പറയാം. വർഷം ശരത്ത് ഹേമന്തം ശിശിരം, ഇങ്ങനെ 6 ഋതുക്കളാണ്. അങ്ങനെ 2 ഋതുക്കളിൽ വിധിപ്രകാരം 2 ഋതുക്കൾ എന്ന് പറയുന്നത് 2 4 മാസങ്ങൾ. അങ്ങനെ 4 മാസങ്ങളിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ചിരുന്ന് പൂജകളും ഈശ്വര കഥകളും നാമസങ്കീർത്തനങ്ങളും ഒക്കെയായി ആധ്യാത്മിക സാധനയിൽ മുഴുകിക്കൊണ്ട്, ധ്യാനവും യോഗയും ഒക്കെ ആയിട്ട് മുഴുകിക്കൊണ്ട് 4 മാസം ഒരേ സ്ഥലത്ത് തന്നെ താമസിച്ച് ഒരുമിച്ച് ഒത്തുചേർന്ന് ആ ചാതുർമാസം കഴിഞ്ഞ് അവരവരുടെ ആശ്രമത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോവുക. അങ്ങനെയുള്ള ഒരു വിശേഷപ്പെട്ട വ്രതമാണ് ചാതുർമാസ്യ വ്രതം. അങ്ങനെ ഈ കുട്ടിക്ക് നാരദ മഹർഷി പറയുകയാണ്, എനിക്കൊരു 5 വയസ്സുള്ള സമയത്താണ് അവിടെ ഒരു വിശേഷം ഉണ്ടായത്. ധാരാളം പഴക്കൊലകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉണക്കലരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പന്തലിട്ടിട്ടുണ്ട്, പൂജാ സംവിധാനത്തിന് എവിടെ ഹോമകുണ്ടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തോ വിശേഷമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുകയാണ് സന്യാസിമാർ പല ഭാഗത്തുനിന്ന് വന്നു. ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി അവരൊക്കെ നോക്കി. അമ്മ പുഷ്പങ്ങളൊക്കെ തലേ ദിവസം തന്നെ തയ്യാറാക്കി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. തുളസി, ചെത്തി, താമര തുടങ്ങിയതൊക്കെ. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്മയ്ക്കത് കൊടുക്കാൻ കുറച്ചൊരു അസൗകര്യം, പശുക്കളുടെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ണിയായ ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് ഈ പുഷ്പങ്ങളൊക്കെ ഒരു താലത്തിലാക്കി എനിക്ക് തന്നു. ഞാൻ ആ പുഷ്പങ്ങളും എടുത്ത് സന്യാസിമാരുടെ മുന്നിലേക്ക് ചെന്നു. അവിടെ ആ പൂജാസ്ഥാനത്ത് ആ സന്യാസിമാരുടെ മുന്നിൽ സമർപ്പിച്ച് നമസ്കരിച്ചു. അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായി, എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി. കാരണം കൊച്ചുകുട്ടി ഈ സമയത്ത് എഴുന്നേറ്റ് ഇവിടെ സമർപ്പിച്ചുവല്ലോ. സന്തോഷത്തോടുകൂടി അവരൊക്കെ പറഞ്ഞു, ഉണ്ണി അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നില്ല. വീണ്ടും പിറ്റേ ദിവസവും അമ്മ എന്നെ വിളിക്കാൻ വന്നു. വിളിക്കാൻ വരുമ്പോഴേക്ക് തന്നെ എന്തെന്നില്ലാത്തൊരു ഭാവയാ. സന്യാസിമാരുടെ ഒരു സാമീപ്യം തന്നെ എനിക്ക് വളരെ, അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, സംസർഗജാ ദോഷഗുണാഭവന്തി, സംസർഗം കൊണ്ടാണ് ഗുണവും ദോഷവും ഉണ്ടാവുന്നത്. ഈ സന്യാസിമാരുടെ ഈ സമ്പർക്കം ഉണ്ടായി കുറച്ച് സമയത്തെ ബന്ധമാണെങ്കിലും അതിലൂടെ വലിയൊരു ഊർജം ഈ ഉണ്ണിക്കുണ്ടായി. നല്ലതുമായിട്ട് ചേരുന്ന സമയത്ത് ആ ഒരു ഊർജം കിട്ടും, ചീത്തയുമായിട്ട് ചേരുന്ന സമയത്ത് ആ ഒരു ഊർജം കിട്ടും. പക്ഷെ നല്ലതുമായിട്ട് ചേർന്നിട്ടുള്ള ഊർജം അത് മെല്ലെ മെല്ലെ നമ്മളെ ബാധിക്കുള്ളൂ, ഇഫക്റ്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണത്? നല്ലതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പം നല്ല കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം, നല്ലത് ചൊല്ലുവാൻ ശക്തിയുണ്ടാകണം, ദൈവമേ കൈതൊഴാം പറഞ്ഞില്ലേ നമ്മൾ, കാണുമാറാകണം എന്നൊക്കെ പറയല്ലേ, കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, എന്നെ നീ എന്നുമേ കാക്കുമാറാകണം, ദൈവമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഇവിടെ കൊച്ചുകുട്ടിയായിട്ടുള്ള എനിക്ക് ഈ സംസർഗം വളരെയധികം ഗുണം ചെയ്തു. ഇങ്ങനെ നമ്മൾ സാധാരണ നല്ല നല്ല ശ്ലോകങ്ങളൊക്കെ കൊച്ചുകുട്ടികളെ വിളിച്ച് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്നത് സ്വാധീനിക്കണമെന്നില്ല. നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ക്രമേണ മാത്രമേ എന്ത് ചെയ്യുള്ളൂ,
അത് സ്വാധീനം ചെലുത്തുള്ളൂ. മോശം കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ലോക സ്വഭാവമാണ്. അപ്പോൾ ഈ ഉണ്ണിക്ക് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് അമ്മ വന്ന് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഉണർന്നിരിക്കുകയായിരുന്നു. അമ്മ ഇന്ന് പൂവ് കൊടുക്കേണ്ടേ എന്ന് ചോദിച്ചു. വേണം, തയ്യാറായിട്ടുണ്ട്, ഉണ്ണി വേഗം കുളിക്കൂ, കൊടുക്കൂ, ഇനി എന്നും ഉണ്ണി കൊടുത്താൽ മതി കേട്ടോ എന്നും പറഞ്ഞു. ഈ ഉണ്ണി പുഷ്പവും കൊണ്ടുപോയി അവിടെ സമർപ്പിച്ചു. കുറച്ച് സമയം ഒന്ന് ഇരുന്നു, അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് ഓടി. പക്ഷെ 2-3 ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരാകർഷണ ശക്തി അവിടെ ഉണ്ട് തോന്നി. കാരണം അവിടെ നടക്കുന്നത് ഹോമങ്ങൾ, പൂജകൾ, ഈശ്വര കൃതികളുടെ, അതായത് സ്തുതികളുടെയൊക്കെ പാരായണം, അതോടൊപ്പം തന്നെ കഥാകഥനം, ഇതൊക്കെ നടക്കുന്ന ഒരു അന്തരീക്ഷം, സത്സംഗമാണ് അവിടെ. ആ സത്സംഗത്തിലൂടെ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗത്തിലൂടെ ഉണ്ണിക്കുണ്ടായ ഒരു നിസ്സംഗാവസ്ഥയുണ്ടല്ലോ, അതാണ് പറയുന്നത്. ഈ ഉണ്ണി അവിടെ ഇരുന്നു, അവർ പറഞ്ഞ കഥകളൊക്കെ കേട്ടു, അവിടുന്ന് പാരായണത്തിലൊക്കെ പങ്കെടുത്തു, പ്രദക്ഷിണ നമസ്കാരങ്ങളൊക്കെ ചെയ്തു. അവിടെ ഇരുന്നപ്പോൾ അവർ പറഞ്ഞു, ഇനി നിവേദ്യം പ്രസാദമൊക്കെ അതാ ഉണ്ണിക്ക് കൊടുക്കൂ, പ്രസാദം നിവേദ്യം കൊടുക്കൂ എന്ന് പറഞ്ഞു. നിവേദ്യം പ്രസാദം കൊടുത്തു. ഉണ്ണി അത് കഴിച്ചു, മനസ്സ് മാറി. പിന്നെ അതും കൂടി കഴിഞ്ഞപ്പോൾ അവരോടൊപ്പം തന്നെ പ്രസാദമായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ അവരുടെ ഭക്ഷണശാലയിലേക്കാണ് അഗ്രശാലയിലേക്കാണ് പോകുന്നത്, യാഗശാലയ്ക്കടുത്തുള്ള. അങ്ങനെ ഈ ഉണ്ണി ദിവസേന ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ പറയാറില്ലേ, പോസിറ്റീവ് എനർജി, ധന ഊർജം, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് ഹോമകുണ്ഡത്തിലൂടെ ആ അഗ്നി ഇങ്ങനെ ജ്വലിക്കുന്ന സമയത്ത് നമസ്തേ രുദ്രമന്യവൗദോദ ഇഷവേ നമഃ ശ്രീരുദ്രൗവാചാജിദം ദ ആത്മവിദ്ധുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവദാരാധസാരാദ്ധം സർവസ്മാ ആത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായാന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായാന്തരാത്മനേ നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനേ സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ നമ ഊർജൈഷേ ത്രയ്യാഃ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനേ സർവസത്വാത്മദേഹായ. ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ വെറുതെ വീടുകളിൽ മുഴങ്ങാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, അന്തരീക്ഷത്തിൽ മുഴങ്ങാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അന്തരീക്ഷത്തിലെ ഓരോ മൺതരി പോലും കോരിത്തരിക്കും. അങ്ങനെയുള്ളൊരു സുഹൃത പൈതൃകമാണ് ഭാരതീയ ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകളായ ഈ മന്ത്രങ്ങളെ. അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ സ്വാഹ ഓം ശ്രീരുദ്രായ സ്വാഹ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ച് സ്വാഹാ മന്ത്രത്തോടുകൂടി ഹോമം ചെയ്യുകയൊക്കെ ചെയ്യുകയും പിന്നീട് പുഷ്പാഞ്ജലി ഓം വിശ്വസ്മൈ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മന്ത്രങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഓരോ മന്ത്രമാണ്. സഹസ്രനാമത്തിലെ ഏതാനും നാമങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മയോനയേ നമഃ, സ്വയം ജാതായ നമഃ, ഓം വൈഖാനായ നമഃ, ഓം സാമഗായനായ നമഃ, ഓം ദേവകീനന്ദനായ നമഃ, ഓം സൃഷ്ട്രേ നമഃ, ഓം ക്ഷിതീശായ നമഃ, ഓം പാപനാശനായ നമഃ, ഓം ശംഖഭൃതേ നമഃ, ഓം നന്ദഗിനേ നമഃ, ഓം ചക്രിണേ നമഃ,
ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ആ ഹോമം ചെയ്യുന്ന സന്ദർഭം വേദമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. സഹസ്ര ശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠൽ ദശാങ്കുലം പുരുഷ ഏവേദം സർവം മെൽഭൂതം മെച്ച ഭവ്യം. ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. കുറേ സമയം ഞാനവിടെ ഇരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് എൻ്റെ മനസ്സ് സാധാരണ എന്നോടൊപ്പമുള്ള എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കളിക്കാനൊക്കെ പോകുന്നൊരു സമയമാണേ. പക്ഷെ ആ സമയത്തൊക്കെ എനിക്കതിലൊന്നും താല്പര്യമില്ലാതെ ഞാനെന്ത് ചെയ്തു, അവിടെ അങ്ങനെ ഇരുന്നു. ദിവസങ്ങളങ്ങനെ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോൾ അവരോടൊപ്പം കൂടി ഞാൻ സന്യാസി ഒന്നും അല്ലെങ്കിൽ കൂടി ആ സന്യാസിമാരോടൊപ്പം ഇരിക്കാനും അവരോടൊപ്പം പെരുമാറാനും അവർ തരുന്ന ഉച്ഛിഷ്ടലേപാനനുമോദിതോ ദ്വിജൈ സകൃസ്മഭുഞ്ജേ തതപാസ്തഗിൽബിഷഃ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസസ്തദ്ധർമ്മ ഏവാത്മരുചി പ്രജായതേ. എന്തെന്നില്ലാത്തൊരു അവസ്ഥയിൽ ഞാനിങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടി. ഓരോ ദിവസം കഴിയുമ്പോഴും ആനന്ദമയോം അവസ്ഥ, എന്തെന്നില്ലാത്തൊരാനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അവസ്ഥ. മൂകൻ മധുരം നുണഞ്ഞ പോലെ എന്ന് പറയുന്നില്ലേ, അതുപോലെ മൂകൻ മധുരം നുണഞ്ഞ പോലെ എന്നുള്ള അവസ്ഥയിലാണ് ഈ ഉണ്ണിപ്പിഴ്. അങ്ങനെ ഉണ്ണി പറയാണ്, ഞാനങ്ങനെ അവിടെ ദിവസങ്ങളോളം അങ്ങനെ കഴിഞ്ഞുകൂടി. എനിക്കവരെ പിരിയാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. അവരുടെ കഥകളും അവരുടെ നാമങ്ങളും അതങ്ങനെ കേട്ട് എൻ്റെ മനസ്സങ്ങനെ അതിലേക്ക് ഇങ്ങനെ ലയിച്ചു കൊണ്ടിരിക്കുന്നു. എന്തെന്നില്ലാത്തൊരാനന്ദം ഉണ്ടായി. തത്രാന്വഹം കൃഷ്ണകഥാ പ്രഗായതാം അനുഗ്രഹേണാശൃണവം മനോഹര താശ്രദ്ധയാ മേനുപദം വിശൃണ്വത പ്രിയശ്രവസ്യംഗ മമാഭവദ്രുചി. ഇതൊക്കെ നമ്മൾ ഒരു തവണ അനുസ്മരിച്ചു കഴിഞ്ഞാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഭാവത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ ദിവസവും ശ്രീകൃഷ്ണ കഥകളെ കീർത്തനം ചെയ്യുമ്പോൾ അവരുടെ അനുഗ്രഹം എന്നിലുണ്ടായത് കൊണ്ട് എന്നാണ് ഉണ്ണി പറയുന്നത്. ആ പ്രസാദം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സാധാരണ കുറച്ച് കഴിക്കേണ്ട പ്രസാദമോ അല്ലെങ്കിൽ ചെവിയിൽ ചൂടേണ്ടത് മാത്രമായിട്ടാണ് പ്രസാദം എന്ന് കണക്കാക്കുക. അങ്ങനെ കയ്യിലേക്ക് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ തന്നെ പ്രസാദം വദനത്തിങ്കൽ എന്ന് പണ്ട് മഹാത്മാക്കൾ പറഞ്ഞില്ലേ, പ്രസാദം വദനത്തിങ്കൽ. പ്രസാദം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തുഷ്ടിയാണ് ഇവിടെ പ്രസാദം എന്ന് പറഞ്ഞത്. മനസ്സന്തുഷ്ടി, മനസ്സിനുണ്ടാവുന്ന ആ സന്തോഷം. ശ്രീകൃഷ്ണ കഥകൾ കീർത്തനം ചെയ്യുന്നത് അവരുടെ പ്രസാദത്താൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കേൾക്കാൻ ഇടവന്നു. അങ്ങനെ വരുഷ ഋതു ശരത് ഋതു ഇങ്ങനെയുള്ള 2 ഋതുക്കളിലും കേൾക്കാൻ ഇടവന്നതോടുകൂടിയിട്ട് എനിക്ക് എൻ്റെ മനസ്സ് എന്തെന്നില്ലാതെ ആ സന്യാസിമാരുടെ കഥാമൃതത്തിൽ എങ്ങനെ ലയിച്ച് ചേർന്നു. ഞാൻ ആനന്ദസാഗരത്തിലെങ്ങനെ ആറാടിക്കിട്ട് കഴിഞ്ഞുകൂടി. അതിൻ്റെ ഫലമായിട്ട് ഇതിങ്ങനെ എനിക്ക് കേൾക്കാൻ ഇടവന്നു. മനോഹര കഥകളുടെ അവസ്ഥ പറഞ്ഞു നമ്മൾ. മനോഹര, മനസ്സിനെ ഹരിക്കുന്ന ആ കഥകൾ പദന്തോറും കേട്ടിട്ട് എനിക്ക് ഭഗവാനിൽ രുചി ജനിച്ചു. അങ്ങനെ ഭഗവാനിൽ ഉറച്ച ആ ബുദ്ധി ഉണ്ടായതോടുകൂടി ആത്മതത്വം എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിലെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും
3 ഗുണങ്ങളാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിക്കുന്നതായ ശുദ്ധഭക്തി ജനിച്ചു. നാരായണീയത്തിൽ, നാരായണീയം കേട്ടിട്ടില്ലേ? ഭാഗവതത്തിൻ്റെ തന്നെ സത്തായിട്ടുള്ള 1000-ലധികം ശ്ലോകമുള്ള അസുഖത്തോടു കൂടിയിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പനെ ഭജിച്ച് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയം. എല്ലാ ദിവസവും നമ്മൾ ഈ ഭാഗവതാമൃതം കഥ പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നാരായണീയ ശ്ലോകം കൂടി ചൊല്ലുന്നുണ്ട്. ഇപ്പോഴത് ഏതാണ്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. കാരണം ഒരു 18-ാമത്തെ ദശകത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ 10-200-ലധികം ശ്ലോകങ്ങൾ നാരായണീയം കൂടി ഇതിനോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗവതാമൃതം അനുസ്മരിക്കുമ്പോൾ. ഭാഗ്യല്ലേ ഇതൊക്കെ? അതിൽ നാരായണത്തിൽ പറയും, ത്വൽഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവീം അക്ലേശതസ്തന്വതി. ക്ലേശം അധിയില്ലാതെ കിട്ടുന്നതാണ് ഈ ഭക്തി. ആ ഭക്തി എന്നിലുണ്ടായി എന്ന് പറഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾ ഉണ്ണിയിലുണ്ടായ മാറ്റം, നാരദ മഹർഷിയുടെ മുൻജന്മത്തിലുണ്ടായ മാറ്റം തുടങ്ങിയിട്ടുള്ള കഥാഭാഗങ്ങളാണ് ഇനി നമുക്ക് അടുത്ത സുദിനത്തിൽ അനുസ്മരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ചരണനതജനഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാനനുഗ്രഹിക്കേണമേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഭാ